നമ്മൾ മൂന്നാളും കൂടിയിട്ടൊന്ന് എടപ്പാൾക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ പകുതി വഴിക്ക് എത്തിയപ്പോഴത്തേനും മഴ പണി വന്നു. ബ്ലോക്കിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും നല്ല പേരാറ് മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിപ്പിടിച്ചൊരു കടയുടെ മുന്നിൽ പോയി നിന്നു കേട്ടോ. കടയുടെ സൈഡിലായിട്ട് കയറിയിരുന്നു. അപ്പോൾ ആ കട ഒരു ഷർട്ട് കടയായിരുന്നു. നമ്മൾ ധ്രുവട്ടനൊക്കെ പറ്റിയ സൈസിനൊത്ത ഷർട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. മഴ ഏതായാലും മാറുന്നില്ല, അപ്പോൾ അതെങ്കിലും നടക്കണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ധ്രുവട്ടിനെ എടുത്ത് നിൽക്കുക. നമ്മളടുത്താണെങ്കിൽ ഒരു കോട്ടേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അത് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മളടുത്തൊരു കോട്ടും ഉള്ളൂ. അപ്പോൾ ധ്രുവട്ടനെ ഏതായാലും നനയ്ക്കാൻ പറ്റില്ല, ആൾക്കാണെങ്കിൽ നല്ല ജലദോഷം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്നുള്ള കുറേ നമ്മൾ മഴ മാറട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറേ നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ മാറുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവന് പറ്റിയൊരു കോട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഏട്ടൻ. പക്ഷേ അവനിട്ട സൈസ് കിട്ടിയില്ല. അവനെ പോലത്തെ രണ്ടാളെയും കൂടി പിടിച്ചിടാൻ പറ്റിയൊരു കോട്ടായിട്ടാണ് ഏട്ടൻ വന്നത്. പക്ഷേ നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. കാരണം നമ്മൾ എടപ്പാൾ പോക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോഴും നല്ല മഴ ചാറുന്നുണ്ടായിരുന്നേ.